കാർത്തിക് സൂര്യ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാനും ചിത്തുബായും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്ന നെക്സ്റ്റ് വീഡിയോയില് ഒരു വീഡിയോ ഇപ്പൊ കുറച്ച് പേര് എനിക്ക് സെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് നോക്ക്, അഗ്നിക്കാവടി എടുക്കാൻ മാലയിട്ടു കാർത്തിക് സൂര്യ. അമ്മേ നാരായണ ദേവി നാരായണ. ഇത് ഞങ്ങള് പറയാൻ കാരണം അതെ സായിക്ക് വേണ്ടിയാണ്. കാരണം സായി നമുക്കറിയാലോ സായി വിശ്വാസിയല്ല. അപ്പൊ ഞങ്ങളെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് സായിക്കൊന്നും വരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കളിയാക്കലൊന്നല്ല, ഇത് ഞങ്ങൾ മനസ്സട്ടിട്ട് തന്നെയാണ് പറയുന്നത്. എന്താ ഞാൻ ഇവരൊരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടോപ്പിക് ഞാൻ ഇപ്പോഴാണ് ആസ് യൂഷ്വൽ ഇരുത്തി വായിച്ചത്. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തായാലും പറയാൻ നിൽക്കണെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് അത്ര പ്രശ്നം ഉണ്ടാവും. ഞാൻ വിശ്വാസിയല്ല, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാം. വിശ്വാസമുള്ളവർക്ക് നിങ്ങൾക്ക് ചിലപ്പോ പേടിയാണോ? ഞങ്ങൾക്ക് ഇല്ലേ ചെറുതായി പേടില്ല. അല്ല, സ്നേഹ നല്ല വിശ്വാസിയാണ്, മോഡറേറ്റ് വിശ്വാസിയാണ്. അല്ല എന്നാലും നല്ല വിശ്വാസം. ഞാൻ ഓവർ വിശ്വാസം നല്ല പറയുന്നത് വിശ്വാസിയാണ്. അതെ, ഓവർ വിശ്വാസമൊന്നുമില്ല. കാറ് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ നാരങ്ങ അങ്ങനെയൊന്നുമില്ല, അന്ധവിശ്വാസമൊന്നുമില്ല. യൂട്യൂബിന്റെ പിന്നെ വരാൻ മുട്ടടയ്ക്കും, അങ്ങനത്തെ വിശ്വാസം സ്നേഹിക്കുള്ളൂ. ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങളെ, അറിയോ? അല്ല, ഈ ബാക്കി എന്റെ അച്ഛനെ കൊണ്ട് ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. നമ്മളേതെങ്കിലും രാവിലെ ജോലിക്ക് വിളിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന. അതെ, അങ്ങനെ സ്നേഹം അങ്ങനെ വലിയൊരു വിശ്വാസിയല്ല. ജിത്തുവായി പിന്നെ ഒട്ടും പണിക്കന്മാരെടുത്ത് പോവാറില്ല, അമ്പലത്തിൽ ഭജന ചെയ്യാറില്ല, അങ്ങനെ ചിത്തുബായും ചെയ്യാറില്ല. അതെ, ചിത്തുബായി അങ്ങനെ ആയതുകൊണ്ട് ഈ 2 വിശ്വാസികൾക്ക് കൂടെ ഒരു വിശ്വാസവും ഇല്ലാത്ത ഞാൻ ഇരുന്നിട്ടാണ് കാർത്തിക് സൂര്യന്റെ വീഡിയോ, എന്റെ ഒപ്പീനിയൻ, ഇവരുടെ ഒപ്പീനിയൻ, ഓക്കെ, ബാക്കി നിങ്ങൾ മിക്കവാറും ഇത് എവിടെയെങ്കിലും. ഇത് കാർത്തിക് സൂര്യന്റെ വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ ഇവരെ വിശ്വാസങ്ങളിലേക്കോ ഞാൻ കടന്നു കയറുന്നതല്ല. എനിക്ക് ലോജിക്കലി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അവർക്ക് അവരുടെ വിശ്വാസത്തിൽ തോന്നുന്ന കാര്യങ്ങൾ അവരും പറയും. ഇത് അങ്ങനെ ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതിനൊരു ടോപ്പിക് കിട്ടിയത് കാർത്തിക് സൂര്യ. ഞങ്ങൾ ഈ ടോപ്പിക് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ സ്പോട്ടിൽ എന്താ പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്താ സംഗതി മനസ്സിലായില്ലേ? അഗ്നിക്കാവടി എടുക്കാനാണ് കാർത്തിക് സൂര്യ. അത് കാർത്തിക് സൂര്യയുടെ വിശ്വാസമാണ്. അതൊന്നൊരു തീയിലൂടെ നടക്കുന്ന, അതല്ല, തീയിലൂടെ നടക്കുക, മറ്റേ കനലിലൂടെ നടക്കുന്ന, അതിന് അഗ്നിക്കാവടി എന്നാണ് അവിടെ പറയാ. കാവടി പലതുണ്ട്, തലയിൽ വെച്ചിട്ട് ഇതിലൂടെ പോവാണ്. ഇത് കനലിലൂടെ പോകുന്ന ആ ഒരു സംഗതിയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനത്തെ റിച്വൽസ് ഏത് മതത്തിലാണ്, ഹിന്ദു മതത്തിലാണെങ്കിലും ഇപ്പൊ മുസ്ലിം മതത്തിലുണ്ട്. കുത്റാത്തീവ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, മേലൊക്കെ കുത്തി വേദനിപ്പിച്ച് മുറിയാക്കാൻ. ബട്ട് അത് നടക്കുന്നുണ്ട്, വൈഡ്ലി നടക്കുന്നുണ്ട് കുത്റാത്തീവ്. ആൻഡ് ക്രിസ്ത്യൻസിലാക്കും നോക്കുമ്പോ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുക. അല്ലല്ല, മാമോദീസ അല്ല, ദിസ് ഡിഫറൻസ്. അതൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ ഇല്ല. അല്ലെ, മാമോദീസ എന്ന് പറയുന്നത് എടി ഈ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിക്ക് ആളുകളെ മുക്കുക, ബെഡോട് കൂടി മുക്കുക, കുട്ടികളെ കൊണ്ടുപോയി മുക്കുക. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സംഗതികളൊക്കെ എല്ലാ മതത്തിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിന് ഒട്ടും ചേരാത്തതായിട്ടുള്ള കുറെ അതെ ചിന്താഗതികളുണ്ട്. ബട്ട് സ്റ്റിൽ അതിലൊക്കെ ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ്, അതിലൊക്കെ സന്തോഷവും സമാധാനവും അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും എന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരെനിക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല. അവരുടെ ലൈഫിൽ അതായിരിക്കാം അവർക്ക് പഠിച്ചത്, അവർ കേട്ട് വളർന്നത്, അവരങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവിക വിശ്വാസത്തിലല്ലാതെ പറയുന്നുണ്ട്, ദൈവിക വിശ്വാസത്തിലല്ലാതെ ഈ നമ്മള് എന്താ പറയുക ജ്യോത്സ്യത്തിലൊക്കെ ഇപ്പൊ നമ്മള് ഇന്നലെ ഈ ചെയ്ത പോലെ സഞ്ജുരൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ, അവര് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് ദൈവത്തിനേക്കാളും. അതും ദൈവം ഫാക്ടറാണ്. അതും ദൈവം എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ട് തന്നെയാണ് ആസ്ട്രോളജർ എടുത്തൊക്കെ ആളുകൾ. ഞാൻ പോവാറുണ്ട്, അറിയാലോ, ഞാനാണ് കൊണ്ടുപോയി ഇറക്കി വിടാറ്. പോയി മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരാറ്. അത് തിരക്കുള്ളതുകൊണ്ടാണ്. അത് ചോദിക്കാൻ വേണ്ടിട്ട്, എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട്, ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട്. ഡോക്ടറെ അടുത്ത് പോണതിന് പകരം ജ്യോതിഷന്റെ അടുത്ത് ഹൈദരാബാദ് ഒരു മീൻ വിഴുങ്ങിയ കഥയൊക്കെ പുറത്തേക്ക് കഴിഞ്ഞാൽ അതിന് ഇവിടെ എന്താ റെലവൻസി? അല്ല, ഞാൻ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ വെറുതെ എന്നോട് പറയൊരു മനുഷ്യൻ. എന്നെ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ലല്ലോ. അയ്യപ്പന് കറുപ്പാണെങ്കിൽ മുരുകന് കാവ്യാണ് ഗൈസ്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അഗ്നിക്കാവടി എടുക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് ഗോണ ബി ആൻ എപ്പിക് 21 days ഗൈസ്. ഞാൻ ഇപ്പൊ ഒരു ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ കാണുന്ന കൂണമായനെ കണ്ടോ? ഇത് 16 വയസ്സുള്ള കാർത്തിക് സൂര്യയാണ് ഗൈസ്. 16 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ വേൽക്കാവടി എടുക്കുന്നത്. അതെ, ഇത്ര വലിയ വേലയായിരുന്നു അന്ന് ഞാൻ എടുത്തത്. ആ ഫോട്ടോയിൽ എന്റെ ബാക്ക് ചെയ്യുന്നത് ബൈ ദ ബൈ നമ്മുടെ റോസി വിഷ്ണുത്താണ് കേട്ടോ. ഞങ്ങളൊക്കെ ഒന്നിച്ചാണെന്ന് കാവടി എടുത്തത്. ഓക്കെ, അപ്പൊ ബൈ ദ വേ ഇത് കാർത്തിക് സൂര്യക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, തീ കൂടി നടക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ദേഹം വേദനിക്കുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഷ്ഠാന ആചാരം
വിശ്വാസം ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, ചെറുപ്പത്തിൽ കാർത്തിക് സൂര്യ ചെയ്തിട്ടുണ്ട്, ശൂലം കുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ശൂലം കുത്തൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുമുണ്ട്. അതായത് ഇത് അനുഷ്ഠാനമായിട്ടും ദൈവത്തിനുള്ള ഒരു സാക്രിഫൈസ് ആയിട്ടും നമ്മുടെ ഒരു കാര്യസാധ്യത്തിനും നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് സെയിം പാറ്റേൺ കാർത്തിക് അത് അഡാപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സെൽഫ് ഹാമിങ് ദൈവത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരാൾ നമ്മൾ സ്വയം വേദനിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. കാരണം അതെന്തോ അത് ഒരു റോങ് വേ ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി. ഇത് ഞാൻ എഗ്രി ചെയ്യണു. ഇത് അനുകൂലം തന്നെയാണ്. ഞാൻ എത്ര വിശ്വാസിയാണെങ്കിലും സ്വയം മേല് വേദനിപ്പിച്ചിട്ടുള്ള ചെയ്യുന്ന പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത്തരം വിശ്വാസികളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയണത് വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കണേക്കാൾ അവരെ ദേഹത്തെ സ്വന്തം വേദനിപ്പിക്കണേന് അങ്ങനെ ആയിരിക്കാം പറയാൻ ചാൻസ്. പക്ഷെ അതൊരു മോഡേൺ കമ്മ്യൂണിറ്റിക്കകത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷം പാടാണ്. ആൻഡ് ഈവൻ കാർത്തിക് സൂര്യക്ക് അറിയാം, കാർത്തിക് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒരു വൈഡർ ഓഡിയൻസിലേക്കാണ് പോകുന്നത്. ചിലരിതിൽ അവരുടെ വിമർശനങ്ങൾ പറയാം, ചിലരിത് ആക്സെപ്റ്റ് ചെയ്യാം, ചിലർ വിമർശിക്കാം. ബട്ട് ഞാൻ എൻ്റെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്, റിയലി ഗുഡ് തിങ്. ഓക്കെ, ആ വിശ്വാസങ്ങളൊന്നും ആരും മാറ്റണമെന്നോ മാറണമെന്നോ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ വിശ്വാസങ്ങൾ, അതായത് ദേഹം വേദനിക്കുന്ന, അങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടിയും എല്ലാ കുത്തുന്ന പുറത്തൊക്കെ കുത്തും, തൂക്കിയിടും, കരുതൽ തൂക്കം. അപ്പൊ സി ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ലൈക്ക് എന്താ പറയുക, അത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ആളുകൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഞാൻ ആ ഒരു പോയിന്റ് പറയാനാണ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ലോജിക് ആയതും ലോജിക് അല്ലാത്തതൊക്കെ കടന്നു വരും. ഓക്കെ, വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു കൗണ്ടറൊക്കെ പറയാനുണ്ടാവും. ബാക്കിയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഗൈസ്, വ്രതം തുടങ്ങിയിട്ടുള്ള എൻ്റെ ഈ 6-7 ദിവസം ഉണ്ടല്ലോ, കഴിഞ്ഞ എൻ്റെ എൻറ്റയർ ഒരു വർഷത്തെക്കാട്ടിയും പീസ്ഫുള്ളും സെറീനും ഫുൾഫില്ലിങ്ങും സാറ്റിസ്ഫൈഡും ആയിരുന്നു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഈ എൻറ്റയർ ഡ്യൂറേഷനിലും നമ്മൾ കാലിൽ ചെരുപ്പിടാൻ പാടില്ല. സോ ഞാൻ കാലിൽ ചെരുപ്പിട്ടിട്ട് 7 ദിവസമായി. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ചെരുപ്പിടില്ല. പിന്നെ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരു ദീപാരാധന കണ്ട് തൊഴുതിരിക്കണം അമ്പലത്തിൽ. അത് ഏതമ്പലം വേണമെങ്കിലും ആവാം, പക്ഷേ ദീപാരാധന നിർബന്ധമാണ്. പിന്നെ ഫുഡിന്റെ കാര്യം നോർമലി കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കണം, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഒരു കാരണവശാലും തുടക്കമുള്ള ആൾക്കാരായിട്ട് നമ്മൾ പോകാൻ പാടില്ല. എൻ്റെ വീട്ടിലിപ്പോ ആർക്കും തുടക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. തുടക്ക് മീൻസ് എനിക്ക് തോന്നുന്നത് മെൻസസ് പീരിയഡ്സ് ആണ് തോന്നുന്നത്. എനിക്ക് പീരിയഡ്സിന്റെ കാര്യമായിരിക്കാം, എനിക്ക് അറിയില്ല. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. തിരുവനന്തപുരം ഭാഗത്തേക്ക് തുടക്ക് എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് ആണെന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം അങ്ങനെ നമ്മൾ ശബരിമല വ്രതത്തിന്റെ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, പീരിയഡ്സ് ഉള്ള സമയത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിലൊക്കെ നമുക്ക് വേറൊരു ഡിബേറ്റ് ഉണ്ട് കേട്ടോ എനിക്ക്, അതൊക്കെ പിന്നെ പറയാം. അത് വേറെ ഒരു വിഷയമാണ്. അതല്ല ഞാനിവിടെ സംസാരിച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു ചെരുപ്പിന്റെ കേസ്. വ്രതം എടുക്കുന്നത് അതൊരു സെൽഫ് പ്യൂരിഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിപ്പോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ ഒരാൾ മതത്തിനകത്തിരുന്ന് എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. അതൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും അതിനുണ്ട്. നമ്മൾ മിനിമലിസ്റ്റിക് ആയി ഫുഡ് കഴിക്കുന്നു, കറക്റ്റ് സമയത്ത് നീക്കുന്നു, കഴിക്കുന്നു. അതൊക്കെ ഒരു വ്രതമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ്. അതൊക്കെ ഒരു മതത്തിലുള്ളത് നല്ലതുമാണ്. ഒരു മതത്തിൽ അങ്ങനെ വ്രതം ഒരാളെ കൊണ്ട് ഒരു 30 ദിവസം 20 ദിവസം എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സയന്റിഫിക് കാര്യങ്ങളും അതെ, അത് നല്ലൊരു വശമാണ്. ഏത് മതത്തിലും അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഈ ചെരുപ്പിടാതെ നടക്കുന്ന ഒരു സംഗതി അതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ചെരുപ്പിടാതെ നടന്നിട്ട് കാലിന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അത് കൂടി നടക്കുക എന്നുള്ളതല്ലേ പറയണത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ പ്രിപ്പറേഷൻ ആയിരിക്കും. അത് ഈ ഒരു 20 ദിവസം കൊണ്ട് ഇത് അങ്ങനെ പ്രാക്ടീസ് ആയിട്ടല്ല, അശുദ്ധിയുടെ ഒരു വശം, അശുദ്ധിയുടെ ഒരു വശമായിട്ടാണ് ഈ ചെരുപ്പിന്റെ കാര്യം. ചെരുപ്പിടാതെ കയറുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് അങ്ങനെ വിചാരിക്കുന്നവർ ചെയ്യാം. പക്ഷെ അതെ, ഈ പണ്ടത്തെ ആസ്പെക്റ്റിക്കാണ് അത് കൊണ്ടുപോകണം. പണ്ട് നമ്മൾ ചെരുപ്പ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലാത്ത സമയത്ത് അവര് ചെരുപ്പിടാതെയോ നടന്നുണ്ടാവും. അപ്പൊ അതന്നെയാവും അവരത് വിചാരിച്ചിട്ടുണ്ടാവോ അതിന്റെ ഭാഗമാണെന്ന്. പിന്നെ അമ്പലത്തിന്റെ പുറത്ത് ചെരുപ്പ് അഴിച്ചു വെപ്പിക്കുന്നതിന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചവിട്ടിയിട്ടുള്ള ചളി സാധനം കൊണ്ട് കയറി വരുന്നതാണ് സെയിം തിങ്. അപ്പൊ ഇത് ഞാൻ കൃത്യമായി പറയാൻ കാരണം, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇതേമാതിരി ഒരു വിഷയത്തിൽ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പ് പോയൊരു കഥ. ചെരുപ്പ് ഒരു ദൈവത്തിനൊരു ചെരുപ്പ് പോലും എന്നത് കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ദൈവമാണോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഈ ചെരുപ്പിന്റെ എന്നോട് സംസാരിച്ച വ്യക്തി നമ്പൂരിയാണ്. മൂപ്പര് പറഞ്ഞു എന്നോട്, ബ്രോ എവിടെയും ആരും ചെരുപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊക്കെ ഇപ്പൊ ഈ മോഡേൺ എറയിൽ ചെരുപ്പൊക്കെ വന്നതിന് ശേഷം മതങ്ങളിൽ വന്ന ഈ പറഞ്ഞ അനുഷ്ഠാന ആചാരങ്ങളിൽ ഇത് പാടില്ല അത് പാടില്ല, ഈ ചെരുപ്പും
ട്രൗസറും പാന്റും ഒക്കെ അങ്ങനെയാ. അല്ലാതെ പഴയ കാലത്ത് എന്ത് ഞാൻ ചെരുപ്പിനെ ഞാനെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഞാൻ ഒരിക്കലും വീട്ടില് എന്താ പറയാ പുറത്തൊക്കെ നമ്മൾ കറങ്ങി വന്നിട്ട് അതേ ഷൂ ഇട്ടിട്ട് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വീടിന്റെ അകത്ത് വേറെ ചെരുപ്പിടുക എന്നുള്ളതാണ്. അമ്പലത്തിലായാലും അങ്ങനെ ആയിരിക്കും അവരുദ്ദേശിക്കുന്നത്. അവിടെ ഈ നമ്പൂരി പറഞ്ഞ കേസ് എന്താ പറയുക, അതിലേക്കാ വരുന്നത്. നിങ്ങൾ പുറത്ത് ചെരുപ്പിടാതെ ഷൂ ഇടാതെ നടക്കുകയാണ് വ്രതത്തിന്റെ സമയത്ത്. നമ്മളെ നാട് പഴയ പോലെ ഒന്നുമല്ല. തുപ്പിയതും തൂറിയതുമായിട്ടുള്ള എല്ലാ സാധനവും അതിനകത്തുണ്ടാവും. നിങ്ങൾ ചെരുപ്പിട്ട് വരുമ്പോൾ നിങ്ങളെ കാലം ഒന്നും കൂടി ബെറ്ററാണ്. നിങ്ങളത് അഴിച്ചു വെച്ച് കയറുമ്പോൾ നിങ്ങൾ അത്രയും ശുദ്ധിയായിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്. നിങ്ങൾ ഇനി കാല് കഴുകി ചെരുപ്പിട്ടിട്ട് പിന്നെയാണല്ലോ അല്ല ഇത് പറ്റൊഴിവാക്കണ ചെരുപ്പ്. അമ്പലത്തിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കാല് കഴുകിയിട്ട് ഉള്ളിൽ കയറുക എന്നുള്ളതാണ്. നമ്പൂരി പറഞ്ഞത് എന്താ അറിയോ, വ്രതത്തിന്റെ പേരിൽ നിങ്ങൾ ചെരുപ്പ് ഒഴിവാക്കി. ഓക്കെ, കംപ്ലീറ്റ്ലി ചെരുപ്പ് ഒഴിവാക്കി നിങ്ങൾ നേക്കഡ് ഫീറ്റിൽ നടക്കുകയാണ്. ചെരുപ്പിട്ട് നടക്കണേക്കാ വൃത്തികേട് നിങ്ങളെ കാലിൽ അങ്ങനെ കയറും. അത് പച്ചവെള്ളത്തിന്റെ പൈപ്പിന്റെ മൂട്ടിൽ കഴുകിയിട്ട് നിങ്ങൾ കയറിയാലും ആ വൃത്തികേട് പുറത്തുനിന്ന് കാല് കഴുകി കഴിഞ്ഞാൽ വൃത്തിയായി എന്നാണ് ഒരു ഉദ്ദേശം. ഉദ്ദേശമാണ് ശരിക്കും വൃത്തിയാവണ്ട. നമ്മൾ കുളിക്കാനൊന്നും പാടില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. ഈ സാധനം ഇട്ടാലും ഇടില്ലെങ്കിലും ഫാക്ടർ മനസ്സിലായി നിങ്ങൾക്ക്. ചെരുപ്പ് ഇടുന്നതും ഇടാത്തതും ഈ ഒരു വ്രതമായിട്ട് വലിയൊരു സംഭവം ആക്കേണ്ട ആവശ്യമില്ലാന്ന് മനസ്സിലായി നിങ്ങൾക്ക്. സംഗതി മനസ്സിലായോ? അയാളിനോട് അങ്ങനെ പറഞ്ഞത്. അതായത് ചെരുപ്പ് എന്ന് പറഞ്ഞ ഫാക്ടർ ഇടാം ഇടാതിരിക്കാം, അതൊരു പേഴ്സന്റെ ഇഷ്ടമാണ്. അല്ലാതെ ഒരു മതത്തിലോ ഒരു ദൈവമോ ചെരുപ്പിന്റെ കേസൊന്നും എവിടെയും പറയുന്നില്ല. ഒരുവിധം ആൾക്കാരൊന്നും ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ പലരും ഇപ്പൊ കാർത്തിക് പറഞ്ഞ പോലെ വ്രതം എടുത്ത് തുടങ്ങുമ്പോൾ ചെരുപ്പാണ് ഒഴിവാക്കും. അതൊന്നും എനിക്കറിയില്ല, കാരണം അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് അത് നിങ്ങൾ കണ്ടിട്ടില്ല. മലയ്ക്ക് വാലിടുമ്പോ ചെരുപ്പ് ഒഴിവാക്കും. ഞാൻ മലയ്ക്ക് വാലിടുന്ന സമയത്ത് എന്റെ അമ്മ പറയാറുണ്ട്, എന്താ പറയാ ചെരുപ്പ് ഉപയോഗിക്കേണ്ടെന്ന് പറയാറുണ്ട്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ചേർത്ത് അങ്ങനെ ഞാൻ കേട്ട് ശരിച്ചുള്ളൂ. മലയ്ക്ക് കയറുമ്പോൾ ചെരുപ്പിടാതെ കയറുന്നതാണ്. അപ്പൊ ഇപ്പോഴേ ചെരുപ്പിടാതെ നടന്നാല് അത് പ്രാക്ടീസ് ആവാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ശുദ്ധിയുടെ ഭാഗമായിട്ട് ഈ ചെരുപ്പ് എടുക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഇപ്പൊ റീസെന്റ് ഞാനൊരു ഫോട്ടോ കണ്ടു. ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ നമ്മുടെ ഒരു കാളി ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഷൂസ് ഇട്ട് നിൽക്കുന്നുണ്ട്. അതൊരു സെറ്റ് ആണെങ്കിൽ പോലും ഷൂസ് ഇട്ട് നിൽക്കും. അതിന് അടിയിൽ സൗത്തിലെ ആക്ടേഴ്സ് ഹനുമാൻ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയത്ത് അവർ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു അമ്പലത്തിന്റെ സെറ്റപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ചെരുപ്പും ഷൂ ഒന്നും ഇല്ലാതെ ബെയർ ഫൂട്ടിൽ, അതൊരു റെസ്പെക്ട്, ആ ഒരു സാധനം കൂടി അവിടെ ഉണ്ട്, ആ ഒരു ഫാക്ടറും കൂടിയാണ്. അപ്പൊ അങ്ങനെ സെൻസിൽ എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ മതം സെൻസിൽ എടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി വൈഡർ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ അവർ തിങ്ക് ചെയ്യുക എന്താ ചെരുപ്പ് ഷൂസ് എന്നൊക്കെ പറയുന്ന ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ നമ്മൾ ആ വ്രതത്തിനോട് ചെയ്യുന്ന ഒരു അതാണ് ആ നമ്പൂരിനോട് പറഞ്ഞേ. അവിടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമില്ല സായി. ആക്ച്വലി ഈ സംഗതി ഉള്ളപ്പോ നിങ്ങളെ കാലം ഒന്നും കൂടി എന്താണ് പ്യുവർ ആവുകയാണ്. ഓക്കെ, ഒരു 10ാമത്തെ ദിവസം ചെയ്യേണ്ട പരിപാടിക്ക് ആദ്യത്തെ 9 ദിവസം ചെരുപ്പിടാതെ നടക്കണേന് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം അത് ചെയ്തില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധിയാവണം. പിന്നെ കുറച്ച് 2 ദിവസം മുന്നേ ഈ അശുദ്ധിയുടെ ഭാഗമായിട്ട് ചെരുപ്പ് വരരുത്, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ഭാഗമല്ല ചെരുപ്പ്. ഞാൻ എന്നെ കാണുന്നത് ഒന്നും കൂടെ നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. അയാള് ഓരോ വ്യക്തികൾക്ക് വേറെ ഉണ്ട്. ഇതൊക്കെ ചെയ്തു വിചാരിച്ചിട്ട് മനസ്സ് ശുദ്ധാവുന്നില്ല, മനസ്സ് ശുദ്ധമായിട്ട് ചെയ്തോളണമെന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇങ്ങനെ സംഭവം ചെയ്തിട്ട് അവസാനം പിറ്റേ ദിവസം വല്ല കൊലപാതകമോ മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് എത്ര ആൾക്കാരുണ്ട്. ഞാൻ മാലുണ്ട് കേട്ടുണ്ട്, ഇത് കാണിച്ചു പറയണ ഇഷ്ടംപോലെ. എന്തിനാണ് വേദന എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്? സത്യം പറഞ്ഞില്ല ഗൈസ്, ഞാൻ എൻ്റെ വേൽക്കാവടി എടുത്തപ്പോൾ കുത്തിയത് ഊരിയതൊന്നും ഞാൻ അറിഞ്ഞതുപോലുമില്ല. എനിക്ക് അന്നേരം അവിടെ ചെന്ന് കണ്ണടച്ച് നിന്ന് തൊഴുത് ചെണ്ടമേളം കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരാൾ പിടിക്കുന്നതായിട്ട് ഫീലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ എന്തോ കിടുപിടി സൗണ്ട് കേട്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും വേല കുത്തി ഞാൻ നിൽക്കുകയാണ്. കാരണം അനുഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ഓർമ്മ കാണൂല ഗൈസ്. അത് ഇത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. റിയലി ഭയങ്കര ടഫാണ്. കാരണം പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു ഒട്ടും മനസ്സിലാവില്ല. ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ട്രാൻസ് ഫീൽഡിലേക്ക് പോകും. അവിടെ നമുക്ക് ദേഹത്തിന് വേദന വരില്ല, നമ്മളൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും തോന്നുന്നില്ല അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുത്തി കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളത്. അവിടെ ഞാനൊരു കേസ് പറയട്ടെ. മണിക്കൂറുകളോളം അന്ന് നിങ്ങൾ എന്നോട് തർക്കിച്ചൊരു കേസുണ്ട്. അയ്യപ്പന്മാര് മണിക്കൂറുകളോളം അയ്യപ്പന്റെ അവിടെ ഡാൻസ് കളിക്കുന്നു, വട്ടം ചുറ്റി സാധാരണ. അന്ന് ഞാൻ കാരണം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരെന്തിനീ ചുറ്റിനെ വെച്ചപ്പോൾ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ അത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവരത് മതി മറന്ന്
അതെ 12 മണിക്കൂറും 10 മണിക്കൂറും ഒരു മനുഷ്യൻ വട്ടം ചുറ്റല്ലേ. അല്ലാതെ ഞാനും ആലോചിച്ചു, ഞാൻ അന്ന് ഇവിടെ അമ്പലത്തിൽ പോയപ്പോ ഇവര് ചുറ്റുമ്പോ ഇങ്ങനെ തല കറങ്ങില്ല എന്നുള്ള ചിന്തക്ക് എനിക്ക് എന്റെ മണിക്കൂറുകളോളം നേരം തുടക്കം മുതൽ അവസാനം വരെ ചുറ്റുന്നവരില്ലേ. അതുണ്ട്. അതെന്താ വെച്ചാൽ അത് തല ചുറ്റും ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ ചുറ്റും, ഞാൻ ഒരു 3 റൗണ്ട് 4 റൗണ്ടൊക്കെ ചിലപ്പോൾ ചുറ്റാറുണ്ട്. അപ്പൊ തല ഇറങ്ങിയിട്ടാണ് നിർത്താറ്. പിന്നെ തല ഇറങ്ങി എത്ര ആൾക്കാർ വീഴുന്നുണ്ട്. അതെ, പക്ഷെ സ്വാഭാവികമാണ്, മനുഷ്യല്ലേ. ഞാൻ പറയുന്നതല്ല, ഈ പറഞ്ഞ കേസിലും സെയിം സാധനം. അതായത് ഇവർ ഈ അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ദേ ആർ മെന്റലി പ്രിപ്പയർഡ് ഫോർ. അവര് മെന്റലി അവര് മനസ്സിൽ ഉറപ്പാണ് അവർക്ക് അവർ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ടാറ്റു കുത്താൻ പോകുന്ന ഒരാള്, ഇപ്പൊ എനിക്ക് വലിയൊരു ടാറ്റു കുത്തണം, ഞാനൊരു 10 മണിക്കൂർ ആ ടാറ്റു കുത്താൻ നിന്ന് കൊടുക്കണം. മെഷീൻ വെച്ച് 10 മണിക്കൂർ അതിന്റെ ദേഹത്ത് ഇരുമ്പ് കയറി ചോര വരികയാണ്. ശൂലം കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ എന്ന് പറഞ്ഞ പോണ സാധനമാണ്. തീ കൂടി നടക്കുന്നത് പറഞ്ഞാൽ ഇതാ പറഞ്ഞ പോണ സാധനമാണ്. ടാറ്റു കുത്തുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ദേഹത്ത് ടാറ്റു കുത്തുക, 8, 9, 10 മണിക്കൂർ ഇരുന്ന് കൊടുക്കുന്നവർക്ക്. അപ്പൊ അവരുടെ ആ ഒരു മെന്റലി ദേ ആർ പ്രിപ്പയർഡ്, അവർക്ക് ആ സാധനം വേണം. പിന്നെ മാത്രല്ല നമ്മളത് കുറച്ചു നേരം മേത്ത് കുത്തി 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 നമ്മളത് അത് മാത്രമല്ല അവർക്ക് വേണം. എനിക്ക് ടാറ്റു വേണം, എന്റെ ദേഹം വേദനിച്ചാലും എനിക്കത് വേണം. സെയിം സാധനം തന്നെ ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അല്ലാതെ ഇതിലൊരു സിദ്ധി കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു വരം കിട്ടുന്നതോ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിക്ക് നമ്മൾ ഓൾറെഡി മെന്റലി ബോഡി പ്രിപ്പയർഡ് ആണ്, മെന്റലിയും പ്രിപ്പയർഡ് ആണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തോന്നൂല. എനിക്ക് അങ്ങനെയാണ് ഇതിനൊരു എന്റെ വേർഷൻ പറയാനുള്ളത് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ആലോചിക്കുമ്പോ പെണ്ണുങ്ങളുടെ നമ്മള് ചെയ്യുമ്പോൾ നമ്മള് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്താലും എനിക്ക് തോന്നുന്നത് ദൈവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് വേദനിച്ചില്ല. കാരണം ആൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേദനിക്കില്ല. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്ക് വേദനിക്കില്ല. കാരണം യു ആർ പ്രിപ്പയർഡ്. അല്ല, അത് വേദനിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. വേദനിച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. നേരെ മറിച്ച് അപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് എന്താന്ന് ചോദിച്ചാൽ മോനെ ഇതിനെ തല്ലല്ലേ എന്ന് ചോദിക്കും. ഞാനൊന്നും ഇങ്ങനെ ആക്കിയുള്ളൂ ചോദിച്ചോടാറ്. അപ്പൊ അതാണ് ആ സംഗതി. കാരണം ഇത് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഊർജ്ജമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ ഊർജ്ജത്തിൽ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. സത്യം ഗൈസ്, എന്റെ കാത് കുത്താൻ പോയ വീഡിയോ എന്റെ ചാനലിലുണ്ട്. ആ കാത് കുത്താൻ പോയപ്പോ എന്നും പറഞ്ഞിരുന്നു. ഞാൻ ഒരു വേല കുത്താൻ ഇരുന്ന് കൊടുക്കുമെന്നും സ്വഭാവത്തോടുകൂടി ഇരുന്ന് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. അത് വേദനിക്കും ഗൈസ്. പക്ഷെ ഇത് അറിയില്ല. നമ്മുടെ വ്രതം കൃത്യമാണ്, നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നമ്മള് ഏത് വേദനയും ബോഡി അബ്സോർവ് ചെയ്യുന്നുള്ളത് അറിയില്ല. സത്യം. അത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ഗൈസ്, പറവക്കാവടി ഉണ്ട്. ഓക്കെ, അഗ്നിക്കാവടി പോലെ തന്നെ ടഫ് ഈ പറവക്കാവടി. കാരണം ഇവിടെ രണ്ടിടത്തും 6 ഹുക്ക് ഇട്ടിട്ട് അത് ഹുക്കില് കമുക് വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് തൂക്കിയിട്ട് കുത്തുന്ന അമ്പലത്തുനിന്ന് കാവടി നടക്കുന്ന അമ്പലം വരെ വരുന്നതാണ് പറവക്കാവടി. അതൊക്കെ നിങ്ങൾ ആലോചിച്ചോ ഗൈസ്. അനുഗ്രഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പച്ചയ്ക്ക് പിടിച്ച് കുത്തി കഴിഞ്ഞാൽ ജീവൻ പോകും. അപ്പൊ അനുഗ്രഹം ഉള്ളവര് മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. അതെ, അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൽഫ് റിയലൈസേഷൻ ആണ്. അതായത് 21 ദിവസത്തെ വ്രതം. ആ വ്രതത്തിൽ ഫുള്ള് സെൽഫ് മനസ്സിൽ എന്താ എക്സസൈസ് ചെയ്യണേ, ഞാൻ നാളെ കുത്തും പറഞ്ഞ് ദേഹം എന്തായി, മനസ്സും ദേഹമൊക്കെ പ്രിപ്പയർഡ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞത് ഈ ശൂലം കുത്തുന്ന പരിപാടി എൻ്റെ ഒരു അറിവില് പണ്ട് കാലത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആളുകൾ പ്രിപ്പയർ ആവണം, മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആവണം. ദേഹവും വേദനിക്കണം, മനസ്സും വേദനിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ദ്രാവിഡ സംസ്കാരത്തിൽ ഈ സാധനം ശീലിച്ചിട്ടുള്ളത്, അങ്ങനെ കുത്തി ശീലിച്ചിട്ടുള്ളത്. ഇതന്നെ നിങ്ങൾക്ക് വേറെ വേൾഡ് വൈഡ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിനിമയിൽ നിങ്ങൾ തന്നെ കണ്ടു കാണും, ദേഹത്തൊക്കെ മുറിയാക്കുന്ന ആളുകൾ വെട്ടി മുറിയാക്കിയിട്ട് അത് പാടാക്കി കൊണ്ടു നടക്കും. വേദനിച്ചിട്ട് അതന്നെ അവരൊക്കെ ഇങ്ങനെ വെട്ടി വെക്കും. അവിടുത്തെ വാരിയേഴ്സ് ഒക്കെ, അതായത് ദേഹവും പ്രിപ്പയർ ആവണം, മൈൻഡും പ്രിപ്പയർ ആവണം. അത് ദൈവത്തിന് വേണ്ടി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊരു ദൈവികമായൊരു ഓറ കിട്ടും. അല്ല, അതിന് ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ കത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിട്ട് നമ്മളെ കൈ മുറിവാകുമ്പോൾ ഭയങ്കര പെയിനായി. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്കൊക്കെ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചാവാൻ പോവാന്നൊക്കെ പറഞ്ഞ എത്ര ആൾക്കാർ കൈ മുറിക്കണതും ബ്ലഡ് കൊണ്ട് ലെറ്റർ എഴുതാനൊക്കെ കാണിക്കണം. അപ്പൊ അത് നമ്മള് ആ ആൾക്ക് വേണ്ടി ചെയ്യാണ്, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം. ജീവിതത്തിൽ നിന്ന് ചീന്തി എടുത്ത ഒരു ഏടായിട്ട് നിങ്ങൾ എല്ലാവരും ഇയാളുടെ കൈ നോക്കി കുറെ അത് മാറിപ്പോയി. ഇയാളെന്നേ മറ്റേ കുന്നുമ കോഴിക്കട ചെന്ന് കോഴീന്റെ ചോര ആ പെണ്ണിനെ പറ്റിച്ചു. സ്വന്തം ചോര വെച്ചിട്ട് കോഴിച്ചോര എന്താ എഴുതി കൊടുത്താളെ വെറുതെ ഇട്ടിട്ട് പോയത്.
അപ്പൊ അല്ല പറഞ്ഞ മുമ്പ് പറഞ്ഞ സംഗതി കറക്റ്റ് ആണ്. അല്ലേ? അങ്ങനെ നമ്മൾ അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ വേദന അറിയില്ലല്ലോ. അറിയില്ല. അവിടെ ഒന്നും എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ സംഗതി തന്നെ ടോട്ടാലിറ്റിയില് ഇപ്പൊ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ പോലും ദേഹം വേദനിക്കുന്ന പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ആവില്ല. പക്ഷെ അനക്ക് നാളെ ഒരു ക്രൈസിസ് വന്നു, എന്നോടൊരു പണിക്കരെടുത്ത് പോകുമ്പോ പറയാണ് ഈ കാവടി പറഞ്ഞ ഈ ചെയ്യുന്ന എനിക്കറിയാം, കാരണം എനിക്ക് ദൈവവിശ്വാസം ഉണ്ട്. ദൈവവിശ്വാസം ഉണ്ട്, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കന്മാരും അറിയില്ല. അപ്പൊ എന്റെ കാര്യം വന്നപ്പോ എനിക്ക് അങ്ങനെയല്ലേ അത് പറയണോ? അത് പറയുന്നിടത്ത് ഞാൻ പോവില്ല. അപ്പൊ സ്വന്തം ദേഹം വിഷമിച്ചിട്ടുള്ള ദൈവവിശ്വാസം വേണ്ട. ഞാൻ പോണത് ആകെ എന്താ പറയാ, ഇന്ന ഇത് ഈ ദോഷം മാറാൻ ഇന്ന വഴിപാട്. എന്നോട് അങ്ങനെ ഒരു വഴിപാടിന്റെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ ഒരാള് പറയാണ്, സ്നേഹിയും സായിയും ചിത്തുവായും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കണ്ട പണിക്കരാവും ഉണ്ടാവും. എന്നിട്ട് പറയും നിങ്ങൾ അന്ന് കാവടിനെ കുറിച്ച് മോശം പറഞ്ഞു, ഈ കാവടി എടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മേ നാരായണ ദേവി നാരായണ. അല്ല ചെയ്യാൻ പറ്റില്ല, മെൻസസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം എനിക്ക് മെൻസസ് ആണ് അരിങ്ങക്ക്. നിങ്ങളോട് പറയാണ് നിങ്ങളെ കല്യാണം നടക്കാത്ത എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നല്ല. അല്ല ഇത് കാണുന്ന പണിക്കന്മാർ അങ്ങനെ പറഞ്ഞ നിങ്ങളോട് കാവടി എടുക്കാൻ പറ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അടുത്ത മണിക്കെടുത്താണ്. നമ്മൾ ഒരാളെ വെച്ച് നിക്കരുത്. നമ്മൾ ഉറപ്പല്ലേ? അടുത്തായിട്ട് ഈ ആ പണിക്കര് കാണുമ്പോ ഞാൻ ആളോട് കയറി പറയും 2-3 പോകുന്നറിയും. ഫ്രോഡാണ് ഇവരുടെയൊക്കെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ. രണ്ടുപേരും മനസ്സിലായോ? 2 ഫ്രോഡ് വിശ്വാസികളാണ്. ഇതിന് നല്ല ഒരു വിശ്വാസം അല്ലാതെയാണ്. ഒരു പ്രോഡക്റ്ററും ഇല്ല. അല്ല പിന്നെ അച്ഛൻ എന്താണ് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഈ നമുക്ക് വേദന എടുക്കാത്തത്? വേദന എടുക്കാത്തതിൻ്റെ ഇപ്പോൾ കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്ത് വേദനയും സഹിക്കാൻ തയ്യാറാവും. ആ വേദന സഹിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഒരു എത്ര ആഴത്തിൽ മുറിവേൽപ്പിച്ചാലും നിങ്ങളത് അറിയും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് സെറ്റായിരിക്കുകയാണ് എന്ത് വേദനയും സഹിക്കുന്നതിന് വേണ്ടി. അതിനോടൊപ്പം തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കുണ്ടാകും. ആ എനർജിയുടെയും ഈ ഉപബോധ മനസ്സിലുണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇത് നടത്തിയെടുക്കണമെന്നുള്ള രൂഢമൂലമായ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങളൊന്നും അറിയില്ല. അതാണ് ഇത് വാസ്തവം. കാര്യം ശരീരം മുഴുവൻ ഫുൾ പവർ ആയിരിക്കും, ഫുൾ എനർജി ആയിരിക്കും. കാർത്തികിന്റെ അച്ഛൻ റോക്സ് കറക്റ്റ് കാര്യം മൂപ്പര് പറഞ്ഞു കൊടുത്തു. അതാണ് അതിന്റെ സത്യം. അല്ലാതെ ഇതിനകത്ത് കുറെ ദൈവത്തിന്റെ എക്സാമ്പിൾ പറയണം. ഈ പെണ്ണുങ്ങളുടെ പ്രസവത്തിന്റെ കാര്യം പറയുമ്പോൾ അതും നമ്മള് ആ 9 മാസം കഴിഞ്ഞിട്ട് അത് പ്രിപ്പയർ ചെയ്യാണല്ലോ ഇങ്ങനെ ആവണം എന്നുള്ളത്. അപ്പൊ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു വേദന ഉണ്ടാവും. പ്രസവിക്കാൻ നേരത്ത് നമ്മള് മെന്റലി പ്രിപ്പയർ ഓക്കെ ഞാൻ പ്രസവിക്കാൻ പോകും. പ്രസവിച്ചു, വേദന സഹിച്ച് പ്രസവിച്ചു. എന്നിട്ട് ഇതിന്റെ 10 മാസത്തെ ചുമന്ന് പറ്റി നൊന്ത് പറ്റിയ കണക്ക് കാലാകാലം ഞാൻ കേൾക്കണം. അപ്പൊ നമ്മളെ പാവം പോട്ടർമാരൊക്കെ എന്തൊക്കെ ഞാൻ ഇതിന്റെ അമ്മ അല്ലല്ല ഇത് ഞാൻ എന്റെ അമ്മേന്റെ കേൾക്കണം. ഞാൻ നാളെ അണക്കൊരു കുട്ടി ആയി കഴിഞ്ഞാൽ അണക്ക് കുട്ടി ഉണ്ടാക്കിയ ഭാര്യന്റെ സീരിയസ് ആയിട്ട് ഇതൊന്നുമില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ അല്ല ഇത് കേൾക്കണം. അല്ല ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ അമ്മേന്റെ 10 മാസം തോന്നുന്നു ഒന്നും പറ്റിയ കണക്ക് കേട്ടിട്ടില്ലേ? ഈ നാളെ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു കുട്ടീനെ നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാര്യയും പറയും നിങ്ങൾ എനിക്ക് കുട്ടി ഉണ്ടായി, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചു എന്ന് പറയില്ലേ? ഈ കണക്ക് ഉള്ള ആണുങ്ങളല്ലേ കേൾക്കണേ? അതുകൊണ്ട് അല്ല കേൾക്കണ്ടേ? അപ്പൊ പിന്നെ അങ്ങനെ കണക്ക് പറഞ്ഞിട്ട് ഒരു സാധനം പുണ്യപ്രവൃത്തി അല്ല. കണക്ക് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ആ സമയമാകുമ്പോൾ നമ്മൾ മെന്റലി പ്രിപ്പയർ ഇവിടെ ഷൈൻ ടോം ചാക്കോ വെറുതെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്ന അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് മെന്റലി പ്രിപ്പയർ ആവും ആ സമയത്ത്. ഞാൻ മെന്റലി പ്രിപ്പയർ അല്ല, അതുകൊണ്ടാണ് എനിക്ക് പേടി. ഓക്കെ, അപ്പൊ അതല്ല അത് കൂട്ടി. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികിന്റെ അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ ഫാക്ട്. മെന്റലി ഫിസിക്കലി ഒക്കെ ഒരാൾ പ്രിപ്പയർഡ് ആയിട്ടാണ്. അതിനാണ് ഈ കഠിനമായ നോമ്പ് കഠിനമാണെന്ന് ഇവർ പറയാൻ കാരണം എന്താ? ഇപ്പൊ ഡേ ടു ഡേ ലൈഫിൽ കഞ്ഞിയും പയറും കഴിച്ച് ചെരുപ്പിടാതെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ സുഖമായി ആളുകൾ ചെയ്തിരുന്ന പരിപാടിയാണ്. പക്ഷെ ഇത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് അത് മാറി ബാക്കിലോട്ട് വരുമ്പോൾ കഠിനമാവുന്നത് ആ വ്യക്തിയെ മെന്റലി പ്രിപ്പയർ ചെയ്യാനും ഫിസിക്കലി പ്രിപ്പയർ ചെയ്യാനും. അങ്ങനെ ആവുന്ന ഒരാൾ കുത്തുമോക്കെയാണ്. അതാണ് അതിന്റെ ബാക്കിലുള്ള ലോജിക്ക്. അപ്പോൾ കാർത്തികിന്റെ വിശ്വാസങ്ങളുമായിട്ട് കാർത്തിക് മുന്നോട്ട് പോവുക. അതിന്റെ ലോജിക് എലമെന്റ് എന്താന്നുള്ളത് കാണുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിന് എടുക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസങ്ങളിൽ പലതരത്തിലുള്ള ഇങ്ങനത്തെ ലോജിക്ക് ഇല്ലാത്ത സാധനങ്ങളും കാണും. അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും കാണും. ഞാൻ ഫസ്റ്റ് പറയുന്നു, സെൽഫ് സാറ്റിസ്ഫിക്കേഷന് പ്രിഫറൻസ് കൊടുക്കുക. സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷന് പ്രിഫറൻസ് കൊടുക്കുക. അതായത് നിങ്ങൾ സന്തുഷ്ടരാവും, സമാധാനമാവും. നിങ്ങളുടെ ലൈഫിൽ ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊരു മെന്റലി നിങ്ങൾക്കൊരു സപ്പോർട്ടും ബെനിഫിറ്റും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഓക്കെ, അല്ല നിങ്ങൾക്ക് തന്നെ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യണം ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ. ഒരു ദൈവവും നിങ്ങളെ സ്വയം നിങ്ങൾ
മുറിവാക്കി വേദനിച്ച് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നാണ് എല്ലാ ദൈവങ്ങളും പറയും. അല്ലാതെ ഒരു ദൈവവും വന്നിട്ട് നമ്മള് മനുഷ്യന്മാരെപ്പോഴും നമ്മളെ പോലെ തന്നെയാണ് ദൈവങ്ങളും ചിത്രീകരിച്ചത്. ദൈവം എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചിത്രീകരിച്ചത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ശരിക്കും. എനിക്ക് ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സാധനം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ വേദനയിൽ നിന്ന് സന്തോഷിക്കുന്ന ഒരു ദൈവങ്ങളും ഇല്ലടേ. അതെ, അത് മനുഷ്യർന്നേ പറയാൻ പറ്റുമോ. നമ്മളെ വിശ്വാസികളാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ വേദനിപ്പിച്ച് സ്വയം വേദനിപ്പിച്ച് ഉറപ്പല്ലേ ഉറപ്പല്ലേ സ്വയം വേദനിപ്പിച്ചെന്നാ ഉറപ്പല്ലേ അത് നമ്മൾ സ്വയം വേദനിപ്പിക്കും. ഉറപ്പല്ലേ നീ ഉരുട്ടിട്ടോ ഒരു ഇരുട്ടിലൊന്നും അതൊന്നും ഒരു വേദനയാണോ? അതൊക്കെ അത് വേദനയാണോ? ഉരുളനോട് ചോദിച്ചോക്ക് എന്ത് പെണ്ണുങ്ങൾക്കില്ലല്ലോ അതന്നെ ആൾക്കാരല്ല, ബാക്കിയുള്ളവർ ചെയ്യണ്ടല്ലോ. ഇന്റെ അടുത്ത് അവളമായിട്ട് വരണ്ട. ഞാൻ ഒന്നും പറയല്ല. എനിക്കറിയാം ഞാൻ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാവിലെ കാറിലിരുന്ന് വൈകുന്നേരം പോയിട്ട് ഷർട്ട് ഉരുളനൊക്കെ എനിക്ക് അറിയാം. അത് ഇതൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് പ്രസാദ പായസം കിട്ടും. ആടോ കാര്യത്തിന് പോണുണ്ടോ? സത്യം പറയാ ഉരുണ്ടിട്ടേ ഇല്ല. ഇല്ല അത് ഉരുണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഇതുവരെ ഇല്ല. ഇല്ല ഞാൻ എന്താന്ന് പറയാ സുദർശനം അറിയില്ലല്ലേ. അതെന്ത് വിശ്വാസം? ശയനപ്രദക്ഷിണ എനിക്കറിയില്ല. അതിന് പകരമാണ് പെണ്ണുങ്ങള് അടി നടക്കുക. കാരണം കാലിങ്ങനെ ചവിട്ടി നടക്കില്ല ചുറ്റും. ഗുരുവായൂർ അത് ശയനപ്രദക്ഷിണന്റെ പകരം പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. നോമില്ല ഈ ലീഗിൽ നോമിന് താല്പര്യമില്ല. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. അപ്പൊ കാർത്തികിന്റെ വിശ്വാസമായിട്ട് കാർത്തിക് പോട്ടെ, സ്നേഹയുടെ വിശ്വാസമായിട്ട് സ്നേഹം പോട്ടെ, ഇതൊക്കെ ചെയ്ത് സേഫായി വരട്ടെ, ജിത്തുബായിന്റെ വിശ്വാസം ജിത്തുബായി പോട്ടെ, ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനും പോട്ടെ.